അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഇന്നിപ്പോൾ കോടതി ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം ഈ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി കേസിലെ കൂടുതൽ അറസ്റ്റ് എന്നുള്ളത് ഏതെങ്കിലും രൂപത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പല കുറി ആവർത്തിച്ചിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യത്തിന് മറുപടി പറയാൻ വേണ്ടി എന്നെ അനുവദിക്കണം. അതിലൊന്ന്, ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുനപോയ പഴകി തേഞ്ഞ ചില ആരോപണങ്ങൾ ആവർത്തിച്ച്, അത് ആയുധം നഷ്ടപ്പെട്ട ഒരാൾ നിരായുധനായി നിൽക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ ഞാനതിനെ കണക്കാക്കിയിട്ടുള്ളൂ. അതിലൊന്ന് കുറ്റപത്രമാണ്. കുറ്റപത്രത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഈ കേസ് കൃത്യമായി പരിശോധിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറയണമായിരുന്നു. ദേവസ്വം ബെഞ്ച് യാതൊരു തരത്തിലുള്ള ആക്ഷേപവും SIT സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, SIT വളരെ കൃത്യമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ മുമ്പേ ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ SIT ഈ കേസ് എങ്ങോട്ട് അന്വേഷിക്കണമെന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബെഞ്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ച് ഇന്നിപ്പോൾ വിജിലൻസിനെ കൊണ്ട് പുതിയൊരു കേസെടുത്ത് പ്രാഥമിക അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPMൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രമിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തുന്നതാണ്. അദ്ദേഹം ഉടൻ തന്നെ സോണിയാഗാന്ധിയെ വലിച്ചിഴയ്ക്കുന്നു. സദാനന്ദ ഗൗഡയെ ഞങ്ങളെന്തോ സംരക്ഷിക്കുന്നു. ഞങ്ങൾക്ക് എന്തിനാണ് സംരക്ഷിക്കേണ്ട കാര്യം? മിസ്റ്റർ അനൂപ്, എനിക്ക് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ വൈരുദ്ധ്യവുമില്ല. എനിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. എന്തിനാണ് സ്വർണം കട്ടയാളും കട്ട മുതൽ വാങ്ങിയയാളും സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിനോ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കോ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളൊരു മറുപടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അതൊന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും പിണറായിയുടെ വലിയ ഫോട്ടോ, ഇതൊക്കെ കാലഹരണപ്പെട്ട ആരോപണങ്ങളാണ്, കല്ലുവെച്ച നുണകളാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? വളരെ ഗൗരവതരമായിട്ടുള്ള ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന്, സിനിമാ നടന്മാരിൽ നിന്ന്, മറ്റു പ്രമുഖ വ്യക്തികളിൽ നിന്ന് ഒക്കെ തന്നെ സ്വർണം സ്പോൺസർഷിപ്പായി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്ക് ഞങ്ങളിലുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിരവധി പവൻ്റെ സ്വർണം അവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നൊരു സാഹചര്യം, ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അത് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റായി മാറാൻ വേണ്ടി പോവുകയാണ്. കസ്റ്റംസിൽ നിന്ന് നമ്മൾ സ്വർണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വയ്ക്കുമ്പോഴും ഈ കൊടിമരത്തിന് വേണ്ടി അത്രയും സ്വർണം വേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ നിന്ന്, ഒരുപാട് സമ്പന്നരുടെ കയ്യിൽ നിന്ന്, ഭക്തരുടെ കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പായി ആ കാലയളവിൽ അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമായിരിക്കുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരുന്ന ആ ബോർഡിലെ ഈ 2 അംഗങ്ങളും ചേർന്ന് വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ചോദിക്കും CPMൻ്റെ പ്രതിനിധി വളരെ കൃത്യമായി പറഞ്ഞു, ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്ന കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ആബ്സൻസിലാണ് കൂടിയത്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചനയാണ്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഈ കൊടിമരം മാറ്റുന്ന പുനഃപ്രതിഷ്ഠാ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കൂടിയുള്ള ചിത്രം പുറത്തു വന്നു പിന്നീട്. അതുകൊണ്ട് അതങ്ങ് മുഴുവൻ വിശ്വസിക്കേണ്ട. അല്ലല്ല, അത് വരട്ടെ. തെളിവുകൾ വരുന്നതിനൊന്നും ഞങ്ങൾ എതിരൊന്നുമല്ല. ഇവിടുത്തെ ഒരു നമ്മുടെ മുമ്പ് കൺമുന്നിൽ തെളിവുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കൊരു സ്വർണം നമ്മുടെ അമ്പലത്തിലേക്ക്, ശബരിമലയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും 3A രജിസ്റ്റർ പ്രകാരം കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് കൊടുക്കേണ്ടതാണ്. ഇവിടെ സെലിബ്രിറ്റീസിനോ സിനിമാ നിർമ്മാതാക്കൾക്കോ സമ്പന്നരായിട്ടുള്ള ഭക്തർക്കോ സ്പോൺസർഷിപ്പ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കോ ആ കാലയളവിലെ ഈ പറയുന്ന വലിയ വർത്തമാനം പറയുന്ന ശ്രീ അജയ് തറയിൽ ആദ്യം ഈ കോൺഗ്രസിൻ്റെ സമന്വിതനായ നേതാവാണ്. എനിക്ക് തോന്നുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നിലവിൽ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇതിനെ പല കുറി ആവർത്തിച്ച് ഇടതുപക്ഷത്തിന് മേൽ ആരോപണം ചൊരിയുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹം ഈ റെസിപ്റ്റ് പോലും കൊടുക്കാത്ത ഒരാളായിരുന്നു എന്നുള്ളത് ഈ തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിയിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ആദ്യം തന്നെ ഈ അന്വേഷണത്തിന് പരിധി നിശ്ചയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചാടി വീണ് രംഗത്തിറങ്ങിയത് എന്നത് നമ്മളിപ്പോൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ശരി, കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്തു ആവർത്തിച്ച് നുണ പറഞ്ഞാലും ശരി, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. യഥാർത്ഥ വസ്തുത ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. അതെന്താണ്? ഈ വാഹനമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ദേവസ്വം മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് സൂക്ഷിക്കേണ്ടുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള
കൃത്യമായിട്ടുള്ള രേഖയടക്കം പറഞ്ഞിട്ടുണ്ട്. അത് ലംഘിച്ച് നഗ്നമായി ലംഘിച്ചാണ് വാജി വാഹനം തന്ത്രിക്കായിക്കൊള്ളട്ടെ മറ്റാർക്കെങ്കിലും ആയിക്കൊള്ളട്ടെ സ്വകാര്യ വ്യക്തിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ചെയ്ത UDF കാലത്തെ ദേവസ്വം ബോർഡിനെയും അതിന് നേതൃത്വം നൽകിയ ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരും ഇവിടെ പാരഡി പാട്ടും പാടി യഥാർത്ഥ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കൊടിമര വിഷയം വരുമ്പോൾ യഥാർത്ഥ വിഷയമായി കൊടിമരം എത്തുകയാണ് അല്ലേ? അല്ല, ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ വിഷയങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന ഈ പറയുന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ ഉത്തരവ്, അതിന്മേൽ നടക്കുന്ന അന്വേഷണം, ശരി, അത് അവിടെ ഒരു വശത്ത് നടക്കുന്നു. നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണം നടന്ന ശേഷം അറസ്റ്റിലായവരുണ്ടല്ലോ, അറസ്റ്റിലായവരുടെ കാര്യത്തിൽ പാർട്ടി എന്ത് നിലപാടെടുത്തു എന്നുള്ള ചോദ്യം നിങ്ങളോട് എല്ലാ ദിവസവും ചോദിക്കേണ്ടി വരികയാണ്. കാരണം പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. 4 പേരെങ്കിലും CPM ബന്ധമുള്ളവരാണ്, CPM അംഗങ്ങളായവരാണ്, CPM നേതാക്കളായവരാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കാതിരിക്കുകയും ഈ പറയുന്ന മുൻകാലത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചേർന്ന് പോവുക? സ്മൃതി, അതിനകത്ത് എനിക്ക് മറുപടി പറയാൻ 1 മിനിറ്റ് സമയം വേണം. കൃത്യമായി പാർട്ടിയുടെ ഗോവിന്ദ മാഷടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞതാണ്. കുറ്റപത്രം വരുമ്പോൾ ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള വിലോപം അത് കൃത്യവിലോപമാണോ അതോ ക്രിമിനൽ കോൺസ്പിറസിയിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്കെതിരായി നടപടി ഉണ്ടാകും. അവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് എങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരം നാളിതുവരെ പുറത്തു വന്നിട്ടില്ല. ഒറ്റ കാര്യം പറയട്ടെ, ഒരു നേതാക്കന്മാരും CPM-ൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തു ചാടിയിട്ടില്ല. പക്ഷേ കേസന്വേഷണം തങ്ങൾക്കെതിരെ തിരിയും എന്ന് കൃത്യമായ അറിവുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലല്ല സ്മൃതി, എന്നെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നാലും ശരി, ശ്രീ VD സതീശനായിരുന്നാലും ശരി, ഈ കേസിനെ വളരെ കൃത്യമായി വിമർശന വിധേയമായി പരിശോധിച്ചാൽ അതിൻ്റെ നാൾ വഴിയിൽ ഈ കേസിന് അന്വേഷണം തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഇത് ഒരു വ്യാപാരിക്ക് വിറ്റതിന് എൻ്റെ പക്കൽ തെളിവുണ്ട്, എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുകയാണ്. ഇദ്ദേഹം വ്യവസായിക്ക് വിറ്റു, അതിന് കടകംപള്ളി കാർമ്മികത്വം വഹിച്ചു എന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവിടെ ഒരു കീറ പേപ്പറിന്റെ തെളിവ് പോലും കൊടുക്കാൻ കഴിയാതെ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉഴറി നിൽക്കുകയാണ്. മറുപടി അനൂപ് തരുന്നേ, ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല അങ്ങ് ഒരു വലിയ എന്റെ ഉത്തരം തരൂ, ചോദ്യത്തിന് ഉത്തരം തരൂ. ശ്രീ D. സുരേഷ് കുമാർ, ഈ പറയുന്ന ഓരോ കേസുകളിലും നിങ്ങൾ എത്രത്തോളം ഗൗരവം കാണുന്നു എന്നുള്ളതും പ്രധാനമാണല്ലോ. സ്വർണ്ണ കേസ് ഗൗരവത്തിൽ കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എങ്കിൽ, ഇപ്പോൾ അകത്തായിരിക്കുന്നവരുടെ കാര്യത്തിൽ പാർട്ടി നിലപാടെടുക്കണം, നടപടിയെടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നല്ല വേഗമുണ്ടെന്നേ. കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തീരുമാനം വന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ വേഗം ഈ സ്വർണ്ണപ്പാളി കേസിലില്ല, അല്ലെങ്കിൽ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട കേസിലില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങയുടെ മറുപടി എന്താണ്? അല്ല, ഇത് എന്താണെന്നറിയാവോ? കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും വല്ലാത്ത പ്രതിസന്ധി നീർച്ചുഴിയിലേക്ക് പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ആങ്കറുടെ വക ഒരു രക്ഷപ്പെടുത്തലിൻ്റെ സഹായഹസ്തം അവരിലേക്ക് നീളുന്നതാണ്. അതാണ് ഈ CPM-ൻ്റെ ഭാഗമായി അല്ലെങ്കിൽ CPM-മായി ബന്ധമുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ ത്വരിത വേഗത്തിൽ അവർക്കെതിരെ എന്തുകൊണ്ട് സംഘടനാ നടപടി എടുക്കുന്നില്ല എന്നുള്ള ആവർത്തിച്ച ചോദ്യം ബഹുമാനപ്പെട്ട സ്മൃതിയുടെ ഭാഗത്ത് നിന്ന് എന്നിലേക്ക് ഞാനിത് മറുപടി പറഞ്ഞ കാര്യമാണ്. എല്ലാ ദിവസവും ചോദിക്കേണ്ടി വരാറുണ്ട്. ഞാൻ പറയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുൻ MLA CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ A. പത്മകുമാർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ N. വാസു, ഈ ആളുകൾ അവർക്കുണ്ടായിട്ടുള്ള തെറ്റ് ഏതിലാണ്, എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് നെഗ്ലിജൻസ് ആണോ, ഇവർക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലോപം അത് ഒപ്പിടുന്നതിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ? അതല്ല, ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് സ്വർണ്ണ
ത്തിൽ കണ്ണുവെച്ച് വന്ന ആളുകളുമായി ഇവർ ചേർന്ന് ഗൂഢാലോചന കോൺസ്പിറസി നടത്തിയിട്ടുണ്ടോ, അതുമല്ല ഈ കൂട്ടക്കൊള്ളയിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പാർട്ടിയിൽ തുടർന്നു പോകാൻ കഴിയുമെന്ന് ശരി. സ്മൃതി കരുതുന്നുണ്ടോ? ശരി, അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ടാണ് ഇത്രയും ദിവസം അകത്ത് കിടക്കുന്നത്. ശരി ശരി. Debate with Smriti Parithikar.